Hello dear children, welcome to Kids Area Online. 6ാം ക്ലാസ്സിൽ കേരള പാഠാവലി എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ. എക്സാം എങ്ങനെയുണ്ട്? ഈസി ആണോ? ഈസി ക്വസ്റ്റ്യൻസ് ആണല്ലോ. എല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും അല്ലേ? പ്രതീക്ഷിച്ചതുപോലെയല്ല, നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നതിന് മുൻപ് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിന്റെ ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവ് ക്ലാസ്സുകളാണുള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ LKG UKG ക്ലാസ്സസ് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ ഏത് ക്ലാസ് ആണോ ആവശ്യം അതിനായിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 6ാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലി. അപ്പോൾ 6 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ പ്രവർത്തനം നിർബന്ധമാണ്, എല്ലാവരും ചെയ്തേ പറ്റൂ. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഇപ്പോൾ നോക്കാം. 6ാം ക്ലാസ്സിൽ 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? വായിക്കാം, എഴുതാം. ജയപരാജയങ്ങൾ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് പൊതുവെ പറയാറുണ്ട്. ഒരു ദിവസം തോറ്റവർ മറ്റൊരു ദിവസം ജയിക്കുന്നു. ഇത് നേർ വിപരീതമായും നടക്കാം. ഒരു ദിവസം തോറ്റുവെന്ന് കരുതി എതിരാളികളോട് അപകീർത്തികരമായും മോശമായും പെരുമാറുന്നത് ഉചിതമല്ല. എതിരാളികളും നല്ല മനുഷ്യരാണെന്നും അവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന ചിന്ത എല്ലാ മത്സരാർത്ഥികളിലും ഉണ്ടാകണം. എതിരാളിയെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നവർ. വിജയത്തിനായി അധ്വാനിച്ച് കളിക്കുകയും ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിൽ ഇടപെടുകയും വേണം. വിജയത്തിന് കുറുക്കു വഴികളില്ല, പകരം കഷ്ടപ്പാടിന്റെയും കഠിന പ്രയത്നത്തിന്റെയും മാർഗമാണ് വേണ്ടത്. ഇതാരാണ് എഴുതിയത്? ഡോക്ടർ അജീഷ് TP ആണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്നും 5 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1ാമത്തെ ചോദ്യം, എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതാകുന്നത് എപ്പോൾ? എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതാകുന്നത് എപ്പോൾ? എപ്പോഴാണ്? ഒരു ദിവസം തോറ്റുവെന്ന് കരുതി എതിരാളികളോട് അപകീർത്തികരമായും മോശമായും പെരുമാറുന്നത് ഉചിതമല്ല. അപ്പോൾ എപ്പോഴാണ്? എതിരാളികളെ അപകീർത്തിപ്പെടുത്തുമ്പോഴാണ് എതിരാളികളോടുള്ള പെരുമാറ്റം ഉചിതമല്ലാതായിട്ട് മാറുന്നത്. അപ്പോൾ ഓപ്ഷൻ B ആണ് ശരിയായ ഉത്തരം. 2ാമത്തെ ചോദ്യം, സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളും ഉള്ളത് ആർക്കാണ്? ആർക്കാണ്? എതിരാളികളും നല്ല മനുഷ്യരാണെന്നും അവർക്കും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെന്ന ചിന്ത എല്ലാ മത്സരാർത്ഥികളിലും ഉണ്ടാകണം. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ B, നമുക്കും എതിരാളികൾക്കും. ശരി ഉത്തരം ഏതാണ്? നമുക്കും എതിരാളികൾക്കും. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നന്മകളും ഉള്ളത് ആർക്കാണ്? നമുക്കും എതിരാളികൾക്കും. അപ്പോൾ ആദ്യത്തെ 2 ചോദ്യം എല്ലാവരും ശരി ഉത്തരം എഴുതിയല്ലോ. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചത്, സഹകളിക്കാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എതിരാളികളുടെ വിജയത്തെ എപ്രകാരമാണ് പരിഗണിക്കേണ്ടത്? സഹകളിക്കാരെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവർ എതിരാളികളുടെ വിജയത്തെ എപ്രകാരമാണ് പരിഗണിക്കേണ്ടത്? എപ്രകാരമാണ്? എതിരാളികളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരുമാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നവർ. അപ്പോൾ ഇവിടെ എപ്രകാരമാണ് പരിഗണിക്കേണ്ടത്? സന്തോഷത്തോടെ. ഓപ്ഷൻ B, സന്തോഷത്തോടെ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 1ാമത്തെ ചോദ്യത്തിനും B ആണ് ഉത്തരം, 2ാമത്തെ ചോദ്യത്തിനും B ആണ് ഉത്തരം, 3ാമത്തെ ചോദ്യത്തിനും B ആണ് ഉത്തരം. ഓക്കെ, എഴുതിയല്ലോ? കറക്റ്റായിട്ട് എഴുതിയില്ലേ? യെസ്. 4ാമത്തെ ചോദ്യം, അധ്വാനിച്ച് ആത്മവിശ്വാസത്തോടെ കളിക്കണമെന്ന് പറയാൻ കാരണമെന്ത്? ഓപ്ഷൻ A, വിജയത്തിന് മികച്ച ടീം വേണം. B, വിജയത്തിന് പരിശീലനം വേണം. C, വിജയത്തിന് കുറുക്ക് വഴികളില്ല. D, വിജയത്തിന് ലക്ഷ്യം വേണം. എന്താണ് കാരണം? വിജയത്തിനായി അധ്വാനിച്ച് കളിക്കുകയും ആത്മവിശ്വാസത്തോടെ കളിക്കളത്തിൽ ഇടപെടുകയും വേണം. വിജയത്തിന് കുറുക്ക് വഴികളില്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഓപ്ഷൻ C, വിജയത്തിന് കുറുക്ക് വഴികളില്ല. ഓപ്ഷൻ C ആണ് ഉത്തരം. ലാസ്റ്റ് അവസാന ചോദ്യം, 5ാമത്തെ ചോദ്യം,
കളിയിലും ജീവിതത്തിലും ഒപ്പമുള്ളവരെ പരിഗണിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നൽകേണ്ടത് എന്താണ്? എ ആവേശവും വേഗതയും, ബി ബഹുമാനവും അംഗീകാരവും, സി അധ്വാനവും കഷ്ടപ്പാടും, ഡി വിജയവും പരാജയവും. അതിനുത്തരം നമുക്ക് തന്നെ അറിയാം. എതിരാളികളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരുമാണ് യഥാർത്ഥ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നവർ. അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ബഹുമാനവും അംഗീകാരവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഓപ്ഷൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആയിരുന്നു, ബാക്കിയെല്ലാം ഓപ്ഷൻ ബി ആയിരുന്നു. എല്ലാവരും ശരിയായി ഉത്തരം എഴുതിയിട്ടുണ്ടല്ലോ? എഴുതിയില്ലേ? എളുപ്പമുള്ള ചോദ്യമല്ലേ? യെസ്. രണ്ടാമത്തെ ചോദ്യം കഥാപാത്ര നിരൂപണം. എന്തിനെ കുറിച്ചാണ്? മാലാഖമാർ. ചിത്രശലഭം എന്ന പാഠത്തിൽ മാലാഖമാരെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓർമ്മയുണ്ടല്ലോ? മാലാഖമാർ ഓർമ്മയുണ്ടല്ലോ? മാലാഖമാരുടെ കഥാപാത്ര നിരൂപണമായിരുന്നു രണ്ടാമത്തെ ചോദ്യം. എല്ലാവരും ഉത്തരം എഴുതിയായിരുന്നോ? ഇവിടെ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഭംഗിയുള്ള ശലഭം, നമുക്കതിനെ പിടിക്കാം, നമ്മൾ എങ്ങനെ പോകും, തോഴിയെ കൂടാതെ, എല്ലാവരും ചേർന്ന് ഒന്ന് വിളിച്ചു നോക്കാം, നിങ്ങളെപ്പോലെ തന്നെയാണോ, നല്ല നക്ഷത്ര കണ്ണും തുടുത്ത മുഖവും. ചിത്രശലഭങ്ങളിലെ മാലാഖമാരെ പരിചയപ്പെട്ടല്ലോ. മാലാഖമാർക്ക് ഒരേ രൂപവും ഒരേ ചിന്തയുമാണ്. അവരുടെ സവിശേഷതകൾ പരിശോധിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഇവിടെ മാലാഖമാരെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്താ? ശലഭത്തെ കണ്ട് മാലാഖമാർ അതിന്റെ പിന്നാലെ പോകാനായിട്ട് ഒരുങ്ങിയാണല്ലേ. മുത്തശ്ശി അതിന് തടയുന്നുണ്ട്. അവർക്കും എന്തുണ്ട്? സ്വാതന്ത്ര്യം അവകാശപ്പെട്ടതാണ്. അത് നിഷേധിച്ചാൽ ചിത്രശലഭങ്ങൾ എന്ത് ചെയ്യും? നശിക്കും. അപ്പോൾ ശലഭത്തെ പിടിക്കാൻ പോകുന്ന മാലാഖമാരെ മുത്തശ്ശി വിലക്കുകയാണ്. എന്നാൽ മാലാഖമാർ എന്ത് ചെയ്യുന്നു? അതിന്റെ പുറകെ പോവുകയാണ്. അങ്ങനെ മാലാഖമാരുടെ സ്വഭാവം, അതിനെക്കുറിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നതായിരുന്നു പ്രവർത്തനം 2. ഇത് എല്ലാവർക്കും എളുപ്പമായിരുന്നു, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്. നാടകവുമായി ബന്ധപ്പെടാത്ത പദം ഏത്? കർട്ടൻ, കഥാപാത്രം, സംഭാഷണം, തിരക്കഥ. ഏതാണ് ശരിയായ ഉത്തരം? ഡി, തിരക്കഥയാണ് നാടകവുമായി ബന്ധപ്പെടാത്ത പദം. ഓക്കെ, എല്ലാവരും എഴുതിയായിരുന്നോ? യെസ്. ഇനി നമുക്ക് പ്രവർത്തനം 3ലേക്ക് പോകാം. പ്രവർത്തനം 3 വിശകലനക്കുറിപ്പാണ്. പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും. പഴഞ്ചൊല്ല് വായിച്ചില്ലേ? ഹാമിലിൻ നഗരത്തിലെ മേയർക്കും ഇത് തന്നെയല്ലേ സംഭവിച്ചത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അവിടെ ജനങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവിടുത്തെ മേയർ എന്ത് ചെയ്തു? 1000 പൊൻപണം തരാന്ന് പറഞ്ഞു അല്ലേ? എലികളെ ഓടിച്ചു കഴിഞ്ഞാൽ 1000 പൊൻപണം തരാന്ന് പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? എല്ലാ എലികളെയും അവിടെ നിന്ന് ഓടിച്ചപ്പോൾ പൊൻപണം 1000 പണം കൊടുത്തോ? ഇല്ല. അപ്പൊ അതിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും. അത് നിങ്ങൾ എഴുതിയില്ലേ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കിയില്ലേ? തയ്യാറാക്കി. ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എലികളെ കൊണ്ട് പൊറുതിമുട്ടി. അടിവരയിട്ട പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സഹികെട്ടു, ദേഷ്യം പിടിച്ചു, വേദനിച്ചു, സങ്കടപ്പെട്ടു. ഏതാ? എലികളെ കൊണ്ട് സഹികെട്ടു. പൊറുതിമുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ശരിയായ ഉത്തരം? സഹികെട്ടു. എല്ലാവരും എഴുതിയായിരുന്നല്ലോ? യെസ്. ഇനി 4ാമത്തെ പ്രവർത്തനം നോക്കാം. 4ാമത്തെ പ്രവർത്തനം താരതമ്യക്കുറിപ്പാണ്. ഒരു യാത്രയിൽ ആകെയുള്ള വസ്ത്രം ഉണക്കാനിട്ട് കുളത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണാനിടയായപ്പോൾ ഇന്ത്യക്കാരായ എല്ലാവരുടെയും ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നതുവരെ ഞാൻ ഒറ്റ വസ്ത്രത്തിലായിരിക്കും. ഇതാരാണ് പറഞ്ഞത്? ഗാന്ധിജി പറഞ്ഞ ഒരു കാര്യമാണ്. ഗാന്ധിജിയാണ് അത് പറയുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു താഴെ ഉള്ളൂറിന്റെ ചെറിയൊരു തന്നിട്ടുണ്ട്. കണ്ടോ? എന്തായിരുന്നു? താണവർ തൻ പേരിൽ ഇത്രമേൽ ആർദ്രത കാണുവാൻ എങ്ങുണ്ടു മഞ്ഞിൽ വേറെ. ഇത് ഏത് പാഠഭാഗത്തിൽ നിന്നുള്ളതാണ്? മഞ്ഞുതുള്ളി. മഞ്ഞുതുള്ളിയിൽ താണവരോട് കാണിക്കുന്ന ആർദ്രത, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വരികളെ താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെയും ഗാന്ധിജി എന്താണ്?
താണവർക്ക് ഒറ്റ വസ്ത്രമുള്ള സ്ത്രീയാണ് അല്ലേ. അപ്പൊ താണവർ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുന്നത് വരെ ഒറ്റ വസ്ത്രത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ മഞ്ഞുതുള്ളി എന്താണ് ചെയ്യുന്നത്? മഞ്ഞുതുള്ളികൾ കൊണ്ട് പൂക്കൾ എന്ത് ചെയ്യുന്നു? ആനന്ദ ബാഷ്പം അണിയിക്കുന്നു എന്നാണ് പറയുന്നത്. മഞ്ഞുതുള്ളികൾ കൊണ്ട് പൂക്കൾ ആനന്ദ ബാഷ്പം അണിയിക്കുന്നു. അതായത് പുല്ലുകളെല്ലാം മഞ്ഞുതുള്ളിയാൽ സ്വർണ്ണ കിരീടം അണിഞ്ഞതുപോലെ തിളങ്ങുന്നു. പുല്ലുകളുടെ അറിയാലോ, പുൽനാമ്പിൽ മഞ്ഞുതുള്ളികൾ വന്നിരിക്കുമ്പോൾ സ്വർണ്ണ കിരീടം അണിഞ്ഞതുപോലെ തിളങ്ങുന്നു. ഇങ്ങനെ പുൽത്തുമ്പിലും പൂക്കളിലും മഞ്ഞുതുള്ളികൾ എന്ത് ചെയ്യുന്നു? മനോഹാരിത തീർക്കുന്നു. പുൽത്തുമ്പിലും ചേർക്കുന്നു, പൂക്കളിലും മഞ്ഞുതുള്ളികൾ മനോഹാരിത തീർക്കുന്നു. ഉയർന്ന പൂക്കളെ മാത്രമല്ല, ഉയരത്തിൽ നിൽക്കുന്ന പൂക്കളെ മാത്രമല്ല, താഴെയുള്ള പുൽത്തുമ്പിനെയും മഞ്ഞുതുള്ളി ഒരുപോലെയാണ് കാണുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. മുകളിൽ നിൽക്കുന്ന പൂക്കളെ മാത്രമല്ല, താഴെയുള്ള പുല്ലിന്മേലും എന്ത് ചെയ്യുന്നു? മഞ്ഞുതുള്ളികൾ സ്വർണ്ണ കിരീടം അണിയിച്ചതുപോലെ എല്ലാവരിലും മഞ്ഞുതുള്ളികൾ ഇരിക്കുന്നു. അപ്പോൾ താണവരോടുള്ള സ്നേഹവും ദയയും ഇത്രത്തോളം മറ്റെങ്ങും കാണാൻ കഴിയില്ല എന്നാണ് മഞ്ഞുതുള്ളി എന്ന കവിതയിലൂടെ, ഈ 2 വരിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയല്ലേ ഇവിടെയുള്ളത്? ആണല്ലോ. യെസ്. അപ്പൊ ഇവിടെ ബി ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഉള്ളൂരിന്റെ കൃതി ഏത്? അഗ്നിച്ചിറകുകൾ, ഉമാകേരളം, പ്ലാവിലത്തൊപ്പികൾ, സാഹിത്യമഞ്ജരി. ഏതാണ് ശരി ഉത്തരം? ഉമാകേരളം. ഉള്ളൂരിന്റെ മഹാകാവ്യമാണ് ഉമാകേരളം. എല്ലാവരും അത് എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചതാണല്ലോ. എഴുതിയല്ലോ? ഈസി അല്ലേ? യെസ്. അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം എന്തായിരുന്നു നോക്കാം. അഭിപ്രായക്കുറിപ്പ് എഴുതുക. സഞ്ജുവിന് വേഗശതകം, അന്താരാഷ്ട്ര 2020 സെഞ്ചുറി നേടി കേരളത്തിന്റെ സ്വന്തം സഞ്ജു, സെഞ്ചുറിയുമായി കരുത്തോടെ സഞ്ജു. ഇതെല്ലാം തലക്കെട്ടുകളാണ്. തിരിച്ചടികളെ മറികടന്ന് വിജയത്തിലെത്തിയ അബ്ദുൽ കലാമിന്റെ അനുഭവം നമുക്കറിയാം. അബ്ദുൽ കലാം എന്താണ്? തിരിച്ചടികളെല്ലാം മറികടന്ന് എവിടെ എത്തി? വിജയത്തിലെത്തി. അപ്പോൾ പരാജയങ്ങളിൽ പതറാത്തവർക്കുള്ളതാണ് ഈ ലോകം. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിൽ അബ്ദുൽ കലാം പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ്? പരാജയത്തെ എങ്ങനെ മറികടന്നു എന്നാണ് അബ്ദുൽ കലാം പറയുന്നത്. പരിശ്രമം കൊണ്ട് ഏത് കാര്യവും സാധ്യമാക്കാം. പരിശ്രമം കൊണ്ട് ഏത് കാര്യവും സാധ്യമാക്കാം എന്നതാണ് APJ അബ്ദുൽ കലാം അനുഭവത്തിൽ നിന്ന് ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താണ്? പരിശ്രമം കൊണ്ട് ഏത് കാര്യവും സാധ്യമാക്കാം. അപ്പോൾ കഠിനമായ പരിശ്രമത്തിലൂടെ APJ അബ്ദുൽ കലാം എന്തായി? വിജയപദത്തിൽ എത്തിച്ചേർന്നു. പരിശ്രമത്തിന് ഫലമുണ്ടാകുമെന്ന് അബ്ദുൽ കലാം തെളിയിച്ചു. അതുപോലെയല്ലേ സഞ്ജുവും പരിശ്രമിച്ചിട്ടല്ലേ മുന്നിൽ വന്നേ? അതെ, സഞ്ജുവും എന്താണ്? എത്രത്തോളം പരിശ്രമിച്ചോ അത്രത്തോളം സഞ്ജു എന്ത് ചെയ്തു? മുന്നിൽ വന്നു. അപ്പൊ ഈ പരിശ്രമം എന്ന വാക്കാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അബ്ദുൽ കലാം പരിശ്രമത്തിലൂടെ വിജയപദത്തിൽ എത്തിച്ചേർന്നു. അതുപോലെ തന്നെ സഞ്ജുവും പരിശ്രമത്തിലൂടെ വിജയപദത്തിൽ എത്തിച്ചേർന്നു. ആ ഒരു അഭിപ്രായ കുറിപ്പ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയില്ലേ? എഴുതിയോ? ഈസി അല്ലേ അതും? യെസ്. 6ാമത്തെ ചോദ്യം നോക്കാം. ആസ്വാദന കുറിപ്പാണ്. കാറ്റത്തിളകും മടലുകളും കാച്ചു തഴയ്ക്കും കുലകളുമായി നമ്മുടെ തോട്ടത്തിൽ നിന്നിടുന്നു നല്ലൊരു തെങ്ങുകളൊട്ടനേകം. പാരിനഴകും നിഴലുമേകി പാരമിത്തെങ്ങു വിളങ്ങിടുന്നു. തന്നുടമസ്ഥനു വേണ്ടിയെല്ലാം തൻ തലമേൽ താങ്ങി നിന്നിടുന്നു. വേനൽക്കും മഞ്ഞിനും ഭേദമില്ല, വേറിട്ടൊരൊറ്റ നിനവുമില്ല. ഉള്ളൂർ ആ ഒരു തെങ്ങിൻ തോട്ടത്തെക്കുറിച്ച് പറയുകയാണ്. ഏത് കാറ്റത്തായാലും വേനലും മഞ്ഞിലും ഒരു ഭേദമില്ലാതെ ഉടമസ്ഥന് വേണ്ടിയെല്ലാം നൽകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? തൻ്റെ തലമേലെല്ലാം താങ്ങി പാരിന് അഴകായി തെങ്ങിൻ തോട്ടത്തിൽ ഇതെല്ലാം നിൽക്കുന്നു, കുലകളുമായി നിൽക്കുന്നു എന്ന് പറയുകയാണ്. അതിന് വേറൊരു ചിന്തകളും ഇല്ല. വേനലും മഞ്ഞിനും അതിനൊന്നും ഭേദമില്ല. അങ്ങനെ ഉള്ളൂരിൻ്റെ ചെറിയൊരു കവിതയാണ്. അപ്പൊ കവിതയുടെ ആശയം, പ്രയോഗഭംഗി എന്നിവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഉള്ളൂർ S. പരമേശ്വരന്റെ എന്താണ് ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളത് ആസ്വാദനക്കുറിപ്പ് അങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. യെസ്, ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് എഴുതാൻ അറിയാവുന്നതാണ്. നിങ്ങൾ ഒത്തിരി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്.
അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഈസി ആണോ? നല്ലതുപോലെ എക്സാം എഴുതാൻ പറ്റിയില്ലേ? എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. ഇനിയും ക്ലാസ്സുകളും വരുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും അടുത്ത ക്ലാസ്സിനായും വീഡിയോയ്ക്കായിട്ടൊക്കെ കാത്തിരിക്കാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.